നമസ്കാരം, അസ്സലാമു അലൈക്കും. ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. വെയിറ്റ് കുറയ്ക്കുന്നത് പോലെ തന്നെ വെയിറ്റ് കൂട്ടാനും ഡയറ്റ് ഉണ്ട് കേട്ടോ. മിക്കവരുടെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കാൻ മാത്രമാണ് ഡയറ്റ്. പക്ഷെ വെയിറ്റ് കൂട്ടാനായിട്ട് അങ്ങനെ ഡയറ്റ് ഒന്നും ഇല്ലാന്നാണ്. അതിനും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങളൊരു ഡയറ്റ് പ്ലാൻ നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ വെയിറ്റ് കുറയുന്നതായിരിക്കും. വെയിറ്റ് കുറയാനുള്ള റീസൺസ് ഒരുപാടുണ്ടാവും. നമുക്ക് ചില മെഡിസിൻസ് എടുക്കുകയാണെങ്കിൽ വെയിറ്റ് കുറയും. അതുപോലെ തന്നെ തൈറോയിഡ് ഉള്ളവർക്ക്, ചിലർക്ക് ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർക്ക് വെയിറ്റ് കുറയാൻ സാധ്യതയുണ്ട്. ഡയബറ്റിക് ആയവർക്ക്, ഷുഗർ അൺകൺട്രോൾഡ് ആണെങ്കിൽ ചിലർക്ക് വെയിറ്റ് കുറയാനായിട്ട് സാധ്യതയുണ്ട്. മെറ്റബോളിസം ഒരുപാട് ഓവർ ആണെങ്കിൽ, ഒരുപാട് എക്സസൈസ് ചെയ്യുന്നവർക്ക്, ഒരുപാട് വർക്കൗട്ട് ചെയ്യുന്നവർക്ക്, ഒരുപാട് ആക്റ്റീവ് ആയിട്ടുള്ളവർക്ക്, ഇപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിന് കാട്ടിയും കൂടുതൽ ആക്ടിവിറ്റി വരുന്നവർക്കൊക്കെ വെയിറ്റ് കുറയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പെട്ടെന്നുള്ള വെയിറ്റ് ലോസും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ മാതാപിതാക്കൾക്ക് വെയിറ്റ് കുറവാണെങ്കിൽ ഓൾറെഡി ഉണ്ടാകുന്ന കുട്ടിക്ക് വെയിറ്റ് കുറവായിരിക്കുമല്ലോ, അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഡയറ്റ് കൊണ്ടൊന്നും അങ്ങനെയുള്ള വെയിറ്റ് പെട്ടെന്ന് കൂട്ടാനൊന്നും സാധിക്കില്ല. ഇനി മാതാപിതാക്കൾക്ക് അത്യാവശ്യം വെയിറ്റുള്ള പ്രകൃതമാണ് എങ്കിലും മക്കൾക്ക് വെയിറ്റ് കുറവാണെങ്കിൽ നമുക്ക് ആ വെയിറ്റ് കുറച്ച് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും ഡയറ്റ് പ്ലാനിലൂടെ. അങ്ങനെ ഒരു ഡയറ്റ് പ്ലാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. വെയിറ്റ് കൂട്ടാനുള്ള ഡയറ്റ് പ്ലാൻ. ഇതിന് രാവിലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, എഴുന്നേൽക്കുമ്പോൾ തന്നെ എപ്പോഴും ഞാൻ പ്ലാനിൽ പറയുന്നത് പോലെ 2 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം കുടിക്കുക. അതിനുശേഷം 1 hour ഒന്നും കഴിക്കാൻ പാടില്ല. അതിനുശേഷം നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുന്ന എന്ത് ഭക്ഷണം, ഇഡ്ഡലിയോ ദോശയോ അപ്പോ പുട്ടോ ഒക്കെ യൂസ് ചെയ്യുക. അതിനൊന്നും പ്രോബ്ലം ഇല്ല. ക്വാണ്ടിറ്റി ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒരുപാട് കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്തെങ്കിലും കഴിക്കാം. ഒരു മിനിമം 4 എണ്ണമെങ്കിലും വെച്ചിട്ടൊക്കെ കഴിക്കുക. ഇഡലി ആണെങ്കിൽ ഇപ്പോൾ ഒരു 9:30-ക്ക് 2 എണ്ണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണമെങ്കിൽ ഒരു 2 എണ്ണം കൂടെ യൂസ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് വേണമെങ്കിലും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഭക്ഷണം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഒരു റെസ്ട്രിക്ഷനൊന്നും ഇല്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു മിഡ് മോർണിംഗ് ടൈമിൽ ഒരു സ്മൂത്തി ഞാൻ പറഞ്ഞുതരാം. ആ സ്മൂത്തി റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് നന്നായിട്ട് കൂടുന്നതായിരിക്കും. സ്മൂത്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 250 ml മിൽക്ക് എടുക്കുക. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ആട്ടോ ഓട്സ് ആഡ് ചെയ്യുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ ആഡ് ചെയ്യണം. പീനട്ട് ബട്ടർ മസ്റ്റ് ആട്ടോ, അത് നിർബന്ധമാണ്. വെയിറ്റ് കൂട്ടാനായിട്ട് ഒരുപാട് സഹായിക്കും. ഒരു 5 ബദാം വെള്ളത്തിൽ കുതിർത്തി തൊലി കളഞ്ഞിട്ട് അത് ആഡ് ചെയ്യാം. 3 ഈന്തപ്പഴം കുരു കളഞ്ഞിട്ട് അതും ആഡ് ചെയ്യാം. പഞ്ചസാര വേണ്ടവർക്ക് ആഡ് ചെയ്യാവുന്നതാണ്, അത് പ്രോബ്ലം ഇല്ല, ഓപ്ഷണലാണ്. ഡേറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം മധുരം ഉണ്ടാവും. ഇത് നന്നായിട്ട് നിങ്ങളൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഒരു സ്മൂത്തി ആക്കാം. ഈ സ്മൂത്തി റെഗുലർ ആയിട്ട് യൂസ് ചെയ്യണം കേട്ടോ. ഒരു മാസമെങ്കിലും ഉപയോഗിക്കുക. ഒരു 11:30 ആ ടൈം, 10:30 11:30 ആ മിഡ് മോർണിംഗ് ടൈമിൽ ഒരു ഗ്ലാസ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് വെയിറ്റ് കൂട്ടാനായിട്ട്. ഇനി ഉച്ചയ്ക്ക് ലഞ്ചിന് ചോറ് കഴിക്കാവുന്നതാണ്. മീൻ കഴിക്കാം, പച്ചക്കറികൾ കഴിക്കാം. ഡയറ്റ് എപ്പോഴും വെൽ ബാലൻസ്ഡ് ആയിരിക്കണം, അത് ശ്രദ്ധിക്കുക. എല്ലാ ന്യൂട്രിയൻസും ഒരു ദിവസം നിങ്ങൾക്ക് വേണം. അതായത് പയറുവർഗ്ഗം വേണം, മീൻ വേണം, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഇപ്പോൾ ചോറോ ചപ്പാത്തിയോ അങ്ങനത്തെ എന്തെങ്കിലും വേണം. അതുപോലെ തന്നെ പച്ചക്കറികൾ വേണം, ഫ്രൂട്ട്സ് വേണം, പാല് വേണം, ഡയറി. പാല് ഇഷ്ടമല്ലാത്തവർക്ക് കേടാകുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് ആണെങ്കിൽ സ്മൂത്തിയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അത് താല്പര്യമില്ലെങ്കിൽ പാലായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റിയർ കേട്ടോ, അത് ആഡ് ചെയ്യുക. ഇങ്ങനെ എല്ലാ ഫുഡ് ഗ്രൂപ്പ്സിൽ നിന്നും ഒരു ദിവസം വേണം, എന്നാൽ മാത്രമേ നമുക്ക് ഡയറ്റ് ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി ലഞ്ച് കഴിഞ്ഞു. ലഞ്ച് ചോറ് കറികളൊക്കെ നിങ്ങൾ യൂസ് ചെയ്തു. ഇനി ഇപ്പോൾ കഴിക്കേണ്ടത് ടീ ടൈമിലാണ്. ടീ ടൈമിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ചായ യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ നട്ട്സ് ആണ് ഏറ്റവും ബെറ്റർ. നട്ട്സ് ഏതെങ്കിലും യൂസ് ചെയ്യാം. കാഷ്യൂനട്ടോ അല്ലെങ്കിൽ പിസ്തയോ പീനട്ടോ അങ്ങനെ എന്തെങ്കിലും നട്ട്സ് ആ സമയം യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിന്നറാണല്ലോ. ഡിന്നർ നേരത്തെ ആക്കുക കേട്ടോ. ഡിന്നർ ലേറ്റ് ആക്കുന്നത് അത്ര നല്ലതല്ല, ഡൈജഷനൊക്കെ ബാധിക്കും. ഡിന്നറിന് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നെങ്കിൽ ചോറ് കഴിക്കാം, അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കാം, ഗോതമ്പിൻ്റെ ദോശ കഴിക്കാം, റാഗിയുടെ പുട്ടോ റാഗിയുടെ ദോശയോ കഴിക്കാം. ഇതൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ കൂടെ എന്ത് കറികൾ വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയും യൂസ് ചെയ്യാവുന്നതാണ്, അതിനൊന്നും പ്രോബ്ലം ഇല്ല. കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു പിഞ്ച് കറുകപ്പട്ടയുടെ പൊടി മിക്സ് ചെയ്തതിന് ശേഷം അത് കുടിച്ചിട്ട് വേണം കിടക്കാനായിട്ട്. നമ്മുടെ ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഡയറ്റ് പെർഫെക്റ്റ് ആവും. പിന്നെ മിക്കവരുടെയും ഒരു ധാരണയുണ്ട് വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് എക്സസൈസിൻ്റെ ആവശ്യമില്ലാന്ന്. അതൊക്കെ തെറ്റായൊരു കാര്യം കേട്ടോ. എക്സസൈസ് മസ്റ്റാണ്, വെയിറ്റ് കുറയ്ക്കാനാണെങ്കിലും വെയിറ്റ് കൂട്ടാനാണെങ്കിലും ഒക്കെ. പിന്നെ ഹെവി ഇൻറ്റൻസീവ് ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യാതിരിക്കുക. വെയിറ്റ് കുറവുള്ളവർ ജസ്റ്റ് ഒരു വാക്കിങ്ങോ യോഗയോ അങ്ങനെ ഇൻറ്റൻസിറ്റി കുറഞ്ഞ വർക്കൗട്ട് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് അവർക്ക്. വെള്ളം ധാരാളം കുടിക്കുക. സ്ലീപ്പ്, ആൾട്രേഷൻ അത്ര നല്ലതല്ല. പിന്നെ ഞാനിതൊക്കെ പറഞ്ഞല്ലോ, ഇതിൻ്റെ കൂടെ നിങ്ങളുടെ ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യുക. ഷുഗർ അബ്നോർമൽ ആണെങ്കിൽ അതിന് മെഡിക്കേഷൻസ് എടുക്കുക.
തൈറോയിഡ് നോക്കുക, അത് അബ്നോർമൽ ആണെങ്കിൽ അതിനും മെഡിക്കേഷൻ എടുക്കണം. vitamin D3 ഒന്ന് ചെക്ക് ചെയ്യണം. vitamin D3 കുറവാണെങ്കിൽ അതിൻ്റെ സപ്ലിമെൻറ്റ് നിർബന്ധമായിട്ട് എടുക്കുക. HB ബ്ലഡ് ഒന്ന് നോക്കുക, ബ്ലഡ് ലെവലും കുറവാണെങ്കിൽ അതിൻ്റെ സപ്ലിമെൻറ്റ് എടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ അതിൻ്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഈ ഡയറ്റ് പ്ലാൻ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.